ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ പുട്ടാണ്. പുട്ട് നമ്മളുടെയൊക്കെ ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ? നമ്മൾ മലയാളികൾക്ക് മിക്ക ആളുകൾക്കും വളരെ ഇഷ്ടമാണ് പുട്ട്. അപ്പോൾ പുട്ട് നമ്മൾ പലതരത്തിലും രുചിയിലും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പുട്ടാണ്. മിക്ക ആളുകളുടെയും ഫേവറേറ്റ് ആണ് ചെമ്മീൻ. നമ്മളിതിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പുട്ട് കഴിക്കാൻ വേറെ കറികളോ പഴമോ ഒന്നും വേണ്ട. ഈ ഒരു ചെമ്മീൻ മസാല മാത്രം മതിയാകും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 1/4 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിയ ചെമ്മീൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടും എടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് മസാല പുരട്ടി വെക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം. നമ്മൾ ചെമ്മീനിലോട്ടേക്ക് നല്ലവണ്ണം തന്നെ നമ്മളെ പൊടികളൊക്കെ ചേർത്ത് നല്ലവണ്ണം മസാല പുരട്ടി വെക്കാം. വേണമെങ്കിൽ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ അത്യാവശ്യം തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ 1-2 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലായി കിട്ടും. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചെമ്മീൻ ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ടേക്ക് നമുക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വണ്ണത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വാടി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാള ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ആദ്യം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വണ്ണത്തിൻ്റെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരണം. അതുവരെ നല്ല വണ്ണത്തിൻ്റെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മുടെ തക്കാളി നല്ല വണ്ണം തന്നെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതിന് വേണ്ടി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വണ്ണം തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ഉടഞ്ഞു വരണം. തവി വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല വണ്ണത്തിനൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാകും. ഇനി ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം തന്നെ മിക്സ് ആക്കുമ്പോൾ നമ്മുടെ ആ ഒരു മല്ലിയിലൊക്കെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ചെമ്മീനിൽ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പുട്ട് തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുള്ള ചെമ്മീൻ മസാല ഇപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് 2 കപ്പ് പുട്ടുപൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനക്കുന്ന ആ രീതിയിലൊന്ന് നനച്ചെടുക്കുക. പുട്ടുപൊടി നനച്ചിട്ട് 2-3 മിനിറ്റ് വരെ ഇതുപോലെ വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചിരട്ട പുട്ടിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ നീളമുള്ള പുട്ടിലും നിങ്ങൾക്ക് ലെയറായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ഭാഗം മാത്രം പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം പ്രസ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക. ഒരു അത്യാവശ്യം തന്നെ വെച്ച് കൊടുക്കുക. ഒരു ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്.
അപ്പോൾ ഈ ഒരു ചെമ്മീന് പകരം നിങ്ങൾക്കിനി ചിക്കനോ ബീഫോ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ മസാല തയ്യാറാക്കിയിട്ട് അതും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ബാക്കിയുള്ള പുട്ടുപൊടി കൂടി ചേർത്തിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ചില്ല് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടൊരു പുട്ടാണ്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തും മല്ലിയിലും വെച്ച് അലങ്കരിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പ്ലേറ്റിൽ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെച്ച് അലങ്കരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ല രുചിയുള്ളൊരു ചെമ്മീൻ പുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വീണ്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.